നമസ്കാരം. പ്രധാന വാർത്തകൾ. ആദായനികുതി വകുപ്പിന്റെ നടപടികളെ നിയമപരമായി നേരിടുമെന്ന് സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസ്. കേന്ദ്ര അധികാരം ഉപയോഗിച്ച് പാർട്ടിയെ വേട്ടയാടുന്നു. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൌണ്ട് അനധികൃതമായത് ബാങ്കിന്റെ ക്രമക്കേട് മൂലം. പാർട്ടിക്കുള്ളത് നിയമപരമായ ഇടപാടുകൾ മാത്രമെന്നും എം വർഗീസ്. ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്ന പാലക്കാട് ജില്ലയിൽ മെയ് 2 വരെ ഓറഞ്ച് അലർട്ട് തുടരും. കൊടും ചൂടിൽ ശുദ്ധജല ദൌർലഭ്യം മൂലം ജില്ലയിൽ പകർച്ചവ്യാധികൾ വ്യാപകമാകുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. പനി ബാധിച്ച് നിത്യേന സർക്കാർ ആശുപത്രികളിലെത്തുന്നത് 500ഓളം പേർ. മഞ്ഞപ്പിത്തം ബാധിച്ച് 40ലേറെ പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ. ജനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കളക്ടർ. അതിജീവന സമരങ്ങളുടെയും ആവേശമുദ്രാവാക്യങ്ങളുടെയും ഓർമ്മ പുതുക്കി വീണ്ടും ഒരു മെയ് ദിനം. തൊഴിലിന്റെ മഹത്വവും തൊഴിലാളിയുടെ അവകാശങ്ങളും ഉയർത്തിപ്പിടിച്ച വിവിധ കേന്ദ്രങ്ങളിൽ മെയ് ദിന പരിപാടികൾ. മെയ് ദിന റാലികളിലും കൺവെൻഷനുകളിലും പങ്കെടുത്തത് ആയിരക്കണക്കിന് തൊഴിലാളികൾ. ഗുരുവായൂർ ഒമ്മിയൂരിലെ ഫ്ളാറ്റിൽ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണം. ഫ്ളാറ്റ് കെയർടേക്കർ ഉൾപ്പെടെ 3 ജീവനക്കാർക്ക് പരിക്ക്. ജീവനക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഭാരതപ്പുഴയിലെ ഞാവലിൻകടവ് തടയണയുടെ ഷട്ടർ തുറക്കാനുള്ള മൈനർ ഇറിഗേഷൻ അധികൃതരുടെ ശ്രമം നാട്ടുകാർ തടഞ്ഞു. പാലക്കാട് ഡിവിഷൻ പരിധിയിലെ ജലം തുറന്നുവിടാൻ ഷൊർണൂർ ഡിവിഷൻ അധികൃതർക്ക് അധികാരമില്ലെന്ന വാദവുമായി പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് ഭരണസമിതിയും രംഗത്ത്. തടയണ തുറക്കാൻ അനുവദിക്കാത്തതിനെതിരെ ഷൊർണൂർ മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 5 വർഷം കഠിന തടവും 6 ലക്ഷം രൂപ പിഴയും ശിക്ഷ. വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചത് ചെറുതുരുത്തി സ്വദേശി പത്മകുമാറിനെ. ചെറുതുരുത്തിയിൽ പട്ടാപ്പകൽ വീട്ടമ്മയുടെയും രോഗിയായ വയോധികയുടെയും സ്വർണ്ണമാല കവർന്ന കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. തൃശൂർ അവണൂരിൽ പിതാവിനെ കടലക്കറിയിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ ആയുർവേദ ഡോക്ടർ മയൂർനാഥ് നേപ്പാളിൽ മരിച്ച നിലയിൽ. കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം കാണാതായ മയൂർനാഥ് നേപ്പാളിൽ പോയത് സന്യാസം സ്വീകരിക്കാൻ. വിശ്രമമുറികളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് റെസ്റ്റ് റൂം ബഹിഷ്കരിച്ച് റെയിൽവേ TTE-മാരുടെ പ്രതിഷേധം. പാലക്കാട് ഡിവിഷനിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ കിടപ്പു സമരം. 2018 റെയിൽവേ ബോർഡ് നിർദ്ദേശപ്രകാരമുള്ള സൗകര്യങ്ങൾ വിശ്രമമുറികളിൽ ഒരുക്കണമെന്ന സംയുക്ത സമരസമിതി. വാർത്തകൾ വിശദമായി. ആദായനികുതി വകുപ്പിന്റെ നടപടികളെ നിയമപരമായി നേരിടുമെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസ്. കേന്ദ്ര അധികാരം ഉപയോഗിച്ച് പാർട്ടിയെ വേട്ടയാടാനാണ് ശ്രമമെന്നും എം വർഗീസ് പറഞ്ഞു. ആദായനികുതി വകുപ്പിന്റെ നടപടികളെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസ് വ്യക്തമാക്കി. കേന്ദ്രാധികാരം ഉപയോഗിച്ച് പാർട്ടിയെ വേട്ടയാടാനാണ് ശ്രമം. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് അനധികൃതമായത് ബാങ്കിന്റെ വീഴ്ച കൊണ്ടാണ്. ബാങ്ക് അധികൃതർ തെറ്റായാണ് പാൻ നമ്പർ രേഖപ്പെടുത്തിയത്. തെറ്റ് സംബന്ധിച്ച് ബാങ്ക് പാർട്ടിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. പാർട്ടിക്കുള്ളത് നിയമപരമായ ഇടപാടുകൾ മാത്രമാണെന്നും ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച തെറ്റായ വാർത്തകൾ പ്രതിഷേധാർഹമാണെന്നും എം വർഗീസ് വ്യക്തമാക്കി. ഇവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം പറയേണ്ടത്, CPM-ൻ്റെ പാൻ നമ്പർ അത് നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റിയുടെ പാൻ നമ്പറാണ് AAAT CO 400A. ഇതാണ് പാൻ നമ്പർ. CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അതിൻ്റെ CPM-ൻ്റെ പാൻ നമ്പറാണ്. CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി, ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി, തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ അക്കൗണ്ടുകളിലും ഈ പാൻ നമ്പർ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു പാൻ നമ്പറാണുള്ളത്, അത് ഞങ്ങൾ ബന്ധിപ്പിച്ചിട്ടുണ്ട് എല്ലാ അക്കൗണ്ടുകളിലും. എന്നാൽ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ തൃശ്ശൂർ ശാഖയിലുള്ള അക്കൗണ്ടുകൾ ബാങ്കിൻ്റെ വീഴ്ച അവരുടെ വീഴ്ച കൊണ്ട് ഈ നമ്പർ തെറ്റായി എൻ്റർ ചെയ്യപ്പെട്ടു. ബാങ്കാണ് അതിന് 100% ഉത്തരവാദി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്ന പാലക്കാട് ജില്ലയിൽ മെയ് 2 വരെ ഓറഞ്ച് അലർട്ട് തുടരും. ഇതിനിടെ കൊടുംവേനലിൽ ശുദ്ധജല ദൌർലഭ്യം മൂലം ജില്ലയിൽ പനി ഉൾപ്പെടെ പകർച്ചവ്യാധികൾ വ്യാപകമാകുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പനി ബാധിച്ച് നിത്യേന ശരാശരി 500ഓളം പേരാണ് സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സയ്ക്കെത്തുന്നത്. ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്ന പാലക്കാട് ജില്ലയിൽ പകർച്ചവ്യാധികളുടെ വ്യാപനം വലിയ രീതിയിലുള്ള ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കൊടും ചൂടിൽ പനി, മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾ മാരകമാകാനുള്ള സാധ്യതയാണ് ആരോഗ്യവകുപ്പിനെ അതീവ ജാഗ്രതയിലേക്ക് നയിക്കുന്നത്.
ചൊവ്വാഴ്ചയും സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് പാലക്കാട് ജില്ലയിലാണ്. 40.4 41 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ നിരീക്ഷിക്കുന്നത്. നിർജ്ജലീകരണം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഉയർന്ന താപനിലയും ഉയർന്ന ഈർപ്പവും കാരണമാകാം. കടുത്ത വേനലിൽ ശുദ്ധജല ദൗർലഭ്യം തന്നെയാണ് ജില്ലയിൽ പനിയും പകർച്ചവ്യാധികളും വ്യാപകമാകാൻ കാരണമാകുന്നത്. പനി ബാധിച്ച് ശരാശരി 500ഓളം പേരാണ് ചികിത്സ തേടി സർക്കാർ ആശുപത്രികളിൽ എത്തുന്നത്. ചുമ, ജലദോഷം, ക്ഷീണം എന്നിവയും മിക്കവരെയും ബാധിക്കുന്നുണ്ട്. മഴക്കാല രോഗമായ ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും പടരുന്നത് ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ജലസ്രോതസ്സുകളിൽ മിക്കവയും വറ്റിയതോടെ മലിനജലം ഉപയോഗിക്കേണ്ടി വരുന്നതിലൂടെയാണ് മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നത്. മഞ്ഞപ്പിത്തം ബാധിച്ച് ഇതിനകം 2 പേരാണ് പാലക്കാട് ജില്ലയിൽ മരണപ്പെട്ടത്. മഴക്കാല രോഗമായ ഡെങ്കി എങ്ങനെ വ്യാപിക്കുന്നു എന്നതിൽ ആരോഗ്യവകുപ്പും ആശങ്കയിലാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 9000-ലധികം പേരാണ് സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടിയത്. ഇതിനു പുറമെയാണ് സ്വകാര്യ ആശുപത്രികളിലെ കണക്ക്. 44 ഡെങ്കി ബാധിതരും 21 മഞ്ഞപ്പിത്ത ബാധിതരും ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. ഉഷ്ണതരംഗം നിലനിൽക്കുന്നതിനാൽ ആരോഗ്യവകുപ്പിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജില്ലാ കലക്ടറും DMOയും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഗുരുവായൂർ മമ്മിയൂരിലെ ഫ്ളാറ്റിൽ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണം. ഫ്ളാറ്റ് കെയർ ടേക്കർ ഉൾപ്പെടെ ജീവനക്കാരായ 3 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. ജീവനക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. മമ്മിയൂരിലെ സൗപർണിക ഫ്ളാറ്റിലായിരുന്നു സംഭവം. ഫ്ളാറ്റിൽ മുറിയെടുത്തതിന് ശേഷം ലഹരി ഉപയോഗിച്ച് ബഹളമുണ്ടാക്കിയതോടെ മുറി ഒഴിയാനാവശ്യപ്പെട്ടതായി ജീവനക്കാർ പറയുന്നു. ഇതോടെ പ്രകോപിതരായ 10 അംഗ സംഘം ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ഫ്ളാറ്റിന്റെ കെയർടേക്കർ ചാലിശ്ശേരി സ്വദേശി 40 വയസ്സുള്ള അനുമോദ്, ശുചീകരണ തൊഴിലാളി ബംഗാൾ സ്വദേശി 35 വയസ്സുള്ള മഹേഷ്, ഗുരുവായൂർ സ്വദേശി 37 വയസ്സുള്ള പ്രവീൺ എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. പരിക്കേറ്റ 3 പേരെയും ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിൽ പ്രവീണിന്റെ പല്ല് പൊട്ടിയിട്ടുണ്ട്. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച ഗുരുവായൂർ ടെമ്പിൾ പോലീസ് റൂമെടുത്ത ചാവക്കാട് സ്വദേശി നിതീഷിനെ കസ്റ്റഡിയിലെടുത്തു. വണ്ടിക്കച്ചവടവുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനാണ് റൂം എടുത്തതെന്നാണ് വിവരം. സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റുള്ളവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം. പോക്സോ കേസിൽ പ്രതിക്ക് 5 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും. ശിക്ഷ വിധിച്ചത് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി. 17 വയസ്സ് പ്രായമുള്ള മകളുടെ സുഹൃത്തായ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിലാണ് ചെറുതുരുത്തി പത്മവിഹാർ വീട്ടിൽ 53-കാരൻ പത്മകുമാറിന് 5 വർഷം കഠിന തടവും 50,000 രൂപ പിഴ ശിക്ഷയ്ക്കും വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി മിനിയാർ ശിക്ഷ വിധിച്ചത്. പിഴയടയ്ക്കാത്ത പക്ഷം 3 മാസം അധിക കഠിന തടവും അനുഭവിക്കണം. 2022 മാർച്ച് മാസം 5-ാം തീയതി അതിജീവിത സുഹൃത്തിൻ്റെ വീട്ടിലുണ്ടായ സമയത്ത് സുഹൃത്തിൻ്റെ അച്ഛനായ പ്രതി 2 തവണ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ വാദം. പ്രോസിക്യൂഷൻ 23 സാക്ഷികളെ വിസ്തരിച്ച് 28 രേഖകൾ ഹാജരാക്കി. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ EA സീനത്ത് ഹാജരായി. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ അന്നത്തെ SI ബിന്ദുലാൽ PB കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു. CPO സനൽകുമാർ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. പിഴത്തുക ഇരയ്ക്ക് നൽകാനും ഇരയ്ക്ക് നഷ്ടപരിഹാരം നൽകുവാൻ ജില്ലാ നിയമസേവന അതോറിറ്റിയോട് ശുപാർശയും വിധിയിലുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അതിജീവന സമരങ്ങളുടെയും നിരന്തര പോരാട്ടങ്ങളുടെയും ആവേശമുദ്രാവാക്യങ്ങളുടെയും ഓർമ്മ പുതുക്കി വീണ്ടും ഒരു മെയ് ദിനം. ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾക്ക് ദിശാബോധം നൽകുന്നതിന്റെ അനിവാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നത് കൂടിയാണ് ഈ ദിനം. തൊഴിലിന്റെ മഹത്വവും തൊഴിലാളികളുടെ അവകാശങ്ങളും ഉയർത്തിപ്പിടിച്ച് സംസ്ഥാനത്ത് വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ മെയ് ദിനം ആചരിച്ചു. ലോകത്ത് 80ഓളം രാജ്യങ്ങളിലാണ് മെയ് ദിനം പൊതു അവധിയായി ആചരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള സാമൂഹിക സാമ്പത്തിക മുന്നേറ്റങ്ങളെ സ്മരിക്കുന്ന ദിനം കൂടിയാണിത്. അധ്വാനത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്ന മെയ് ദിനം 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്നീ ആവശ്യങ്ങൾ ത്യാഗനിർഭരമായ പോരാട്ടത്തിലൂടെ തൊഴിലാളി വർഗം നേടിയെടുത്തതിൻ്റെ ആവേശസ്മരണകളെ പുണരുന്നു. കഠിനാധ്വാനത്തിൻ്റെ പ്രാധാന്യവും തൊഴിലാളി വർഗ നേട്ടങ്ങളും സംഭാവനകളുമെല്ലാം ഉയർത്തിപ്പിടിച്ചാണ് വിവിധ കേന്ദ്രങ്ങളിൽ മെയ് ദിനം ആചരിച്ചത്. സംസ്ഥാനത്ത് കൊടും ചൂടിൻ്റെ പശ്ചാത്തലത്തിൽ ട്രേഡ് യൂണിയനുകൾ പതിവ് മെയ് ദിന റാലികൾക്ക് പകരം പലയിടത്തും മെയ് ദിന സമ്മേളനങ്ങളാണ് സംഘടിപ്പിച്ചത്.
CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റിയുടെ മെയ് ദിന കൺവെൻഷൻ വാണിയംകുളം EK നായനാർ സ്മാരക മന്ദിരത്തിൽ നടന്നു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള ഉദ്ഘാടനം ചെയ്തു. ആ രൂപത്തിലുള്ള അടിച്ചമർത്തൽ നേരിടുന്ന, വംശീയഹത്യ നേരിടുന്ന എല്ലാ ജനവിഭാഗങ്ങളോടും CITU അതിന്റെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാൻ ഈ സന്ദർഭം ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്തും ഫാസിസ്റ്റതല്ല ഫാസിസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മോദി ഭരണകൂടം, ആ ഭരണകൂടം നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ എല്ലാ സമ്പത്തും കോർപ്പറേറ്റുകൾക്ക് നൽകിക്കൊണ്ട്. CITU ഡിവിഷൻ പ്രസിഡന്റ് S. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K. ഭാസ്കരൻ, K. ഗംഗാധരൻ, TP ഭാസ്കരൻ, KR വിജയൻ, APM റഷീദ്, V. വേണുഗോപാലൻ, KV സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട്ട് AITUC ജില്ലാ കമ്മിറ്റി മെയ് ദിന റാലി നടത്തി. CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും മെയ് ദിനം ആചരിച്ചു. താരേക്കാട് NGO ഹാളിൽ സംഘടിപ്പിച്ച മെയ് ദിനാചരണവും M. ചന്ദ്രൻ അനുസ്മരണവും CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളിൽ വോട്ടർമാരെ കാണാൻ സാധിക്കുന്നു എന്ന പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിനുള്ളിൽ വരുന്നത് ആമുഖമായി സൂചിപ്പിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി M. ഹംസ സ്വാഗതം പറഞ്ഞു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്, മുൻ MLA TK നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. മെയ് ദിനത്തോടനുബന്ധിച്ച് പാലക്കാട്ട് AITUC മെയ് ദിന റാലി നടത്തി. 5 വിളക്കിന് മുന്നിൽ നടന്ന മെയ് ദിന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിജയൻ കുനിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് P. ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MG മുരളീധരൻ നായർ സ്വാഗതം പറഞ്ഞു. സിദ്ധാർത്ഥൻ, PD അനിൽകുമാർ, M. ഹരിദാസ്, V. ചിന്നക്കുട്ടൻ, TS ദാസ്, V. ഹരിദാസ്, K. വിഷ്ണു, കാർത്തിക്, K. മുത്തു, മീനാകുമാരി, തങ്കച്ചൻ, സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പിയിൽ മെയ് ദിന തൊഴിലാളി സംഗമവും M. ചന്ദ്രൻ അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. CITU പട്ടാമ്പി ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പട്ടാമ്പിയിൽ മെയ് ദിന തൊഴിലാളി സംഗമവും M. ചന്ദ്രൻ അനുസ്മരണവും സംഘടിപ്പിച്ചത്. രാജൻ സ്മാരകത്തിൽ നടന്ന സംഗമം CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. ആധുനിക തൊഴിലാളികൾ രൂപപ്പെടുന്നത് 865 765 ആധുനിക തൊഴിലാളികൾ രൂപപ്പെട്ടതോടുകൂടി മുതലാളിത്തം അതിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ തുടങ്ങി. ഉരുക്ക് വ്യവസായം, യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ച് കൽക്കരിയും ഇരുമ്പും ചെമ്പും സ്വർണവും ഒക്കെ ഖനനം ചെയ്യുന്ന വ്യവസായങ്ങൾ, അങ്ങനെയുള്ള വ്യവസായങ്ങൾ രൂപപ്പെടുന്നത് 865. CITU പട്ടാമ്പി ഡിവിഷൻ പ്രസിഡന്റ് NP വിനയകുമാർ അധ്യക്ഷത വഹിച്ചു. CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി T. ഗോപാലകൃഷ്ണൻ, CITU ഡിവിഷൻ സെക്രട്ടറി AV സുരേഷ്, M. രാമേന്ദ്രൻ, PC വാസു, T. ഷാജി, TV ഗിരീഷ്, C. മുകേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ അവണൂരിൽ പിതാവിനെ കടലക്കറിയിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ ആയുർവേദ ഡോക്ടർ മയൂർനാഥ് നേപ്പാളിൽ മരിച്ച നിലയിൽ. കേസിൽ മയൂർനാഥ് ജാമ്യത്തിലിറങ്ങിയിരുന്നു. തുടർന്ന് സന്യാസം സ്വീകരിക്കാനായി നേപ്പാളിൽ പോകുകയായിരുന്നുവെന്നാണ് വിവരം. നേപ്പാളിലെ ഉൾഗ്രാമത്തിൽ കുളത്തിൽ വീണ് മരിച്ച നിലയിലാണ് മയൂർനാഥിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ വർഷം ഏപ്രിലിലാണ് പിതാവ് ശശീന്ദ്രനെ കടലക്കറിയിൽ വിഷം കലർത്തി മയൂർനാഥ് കൊലപ്പെടുത്തിയത്. ജാമ്യത്തിലിറങ്ങി കാണാതായ മയൂർനാഥിനു വേണ്ടി പോലീസ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇതിനിടെയാണ് മയൂർനാഥിൻ്റെ മരണവിവരം ബന്ധുക്കൾ അറിയുന്നത്. തുടർന്ന് ബന്ധുക്കൾ നേപ്പാളിലെത്തി മയൂർനാഥിൻ്റെ മൃതദേഹം നേപ്പാളിൽ തന്നെ അടക്കം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. റെസ്റ്റ് റൂമുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മെയ് ദിനത്തിൽ
റെയിൽവേ ടിടിഇമാരുടെ പ്രതിഷേധം. പാലക്കാട് ഡിവിഷനിലെ ടിടിഇമാർ റസ്റ്റ് റൂം ബഹിഷ്കരിച്ച് പ്ലാറ്റ്ഫോമിൽ കിടപ്പ് സമരം നടത്തി. 2018 റെയിൽവേ ബോർഡ് നിർദ്ദേശപ്രകാരമുള്ള സൗകര്യങ്ങൾ നടപ്പാക്കണമെന്നും ലേഡീസ് ടിടിഇമാർക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ റെസ്റ്റ് റൂം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പാലക്കാട് ഡിവിഷനിലെ ടിടിഇമാർ റെസ്റ്റ് റൂം ബഹിഷ്കരിച്ച് വിവിധ യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്ലാറ്റ്ഫോമുകളിൽ കിടപ്പു സമരം നടത്തിയത്. ഷൊർണൂരിൽ സമരത്തിന്റെ ഭാഗമായി ടിടിഇമാർ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം RG പിള്ള ഉദ്ഘാടനം ചെയ്തു. ഏത് ഉത്തരവാദിത്വമുള്ളവരാണ് അവരെല്ലാം ഒരേ തരത്തിലുള്ള സമീപനം അർഹിക്കുന്നവരാണ്. അവരെ ന്യായമായി നല്ല നിലയിൽ തൊഴിൽ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ പ്രാഥമികമായ. കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. ഉദയകുമാർ സ്വാഗതം പറഞ്ഞു. കേശവൻ, ജിജു, ജൈനേഷ് കുമാർ, ശശി, ദീപ, അനിൽകുമാർ, കിരൺകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വിശ്രമമുറികളിൽ സൗകര്യങ്ങൾ ഒരുക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലും ടിടിഇമാരുടെ പ്രതിഷേധം. സമരം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. വിശ്രമമുറികളിൽ കുടിവെള്ളം, ക്യാൻറ്റീൻ എന്നിവ അനുവദിക്കണമെന്നും വനിതകൾക്കായി പ്രത്യേകം വിശ്രമമുറി അനുവദിക്കണമെന്നും ടിടിഇമാർ ആവശ്യപ്പെട്ടു. പരിശോധകർക്ക് പാലക്കാടും തിരുവനന്തപുരവും ഡിവിഷനുകളിലെ റെയിൽവേ ബോർഡ് നിർദ്ദേശിച്ച പ്രകാരമുള്ള റെസ്റ്റ് റൂം സൗകര്യങ്ങൾ, വിശ്രമമുറി സൗകര്യങ്ങൾ കിട്ടുന്നില്ല. ഒരു സാധാരണ മനുഷ്യന് ബേസിക്കായിട്ട് വേണ്ട കുടിവെള്ള സൗകര്യമോ വായു സൗകര്യമോ മതിയായ വിശ്രമത്തിന് വേണ്ട മറ്റു സൗകര്യങ്ങളോ ഒന്നുമില്ല. ആവശ്യം 6 വർഷങ്ങളിൽ റെയിൽവേ ബോർഡിൻ്റെ ഉത്തരവിറങ്ങിയിട്ട് ഒരു AC നല്ല റെസ്റ്റ് റൂമുകൾ, ഇതുവരെ ഒരു റെസ്റ്റ് റൂമുകളും അവർ വർക്ക് നടത്താതെ ഇവരെ തീച്ചൂളയിൽ കൊണ്ടിടുന്ന മാതിരിയാണ്. ഞങ്ങൾ ഇത്രയും യാത്രക്കാരെ അഭിമുഖീകരിച്ച് യാത്രക്കാരെ സന്തോഷിപ്പിച്ച് യാത്ര നമ്മൾ നടത്തി അവിടെ പോയാൽ വിശ്രമിക്കാൻ ഒരു ഇടം ഞങ്ങൾക്കില്ല. ആവശ്യങ്ങൾ നടപ്പായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകുമെന്നും സംയുക്ത സമരസമിതി മുന്നറിയിപ്പ് നൽകി. സദേൺ റെയിൽവേ മസ്ദൂർ യൂണിയൻ ഡിവിഷൻ സെക്രട്ടറി K. രാജേഷ്, എംപ്ലോയീസ് സംഘ് ഡിവിഷണൽ പ്രസിഡന്റ് V. ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി ജയേഷ് ശങ്കർ, ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ദേശീയ വൈസ് പ്രസിഡന്റ് SMS മുജീബ് റഹ്മാൻ, ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി K. ഉദയഭാസ്കരൻ, വെൽഫെയർ ഫോറം പ്രസിഡന്റ് K. ശ്രീകുമാർ, മറ്റ് ട്രേഡ് യൂണിയൻ നേതാക്കളായ K. അശോകൻ, N. വേണുഗോപാലൻ, K. അജി ജോസഫ്, K. എസ്. രാജേഷ്, G. വിനോദ്, ജോളി ജോൺ, ലിയോ, സെന്തിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഞാവളിൻകടവ് തടയണയിലെ ഷട്ടർ തുറക്കാനുള്ള ഷൊർണൂർ മൈനർ ഇറിഗേഷൻ അധികൃതരുടെ ശ്രമം നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞു. പാലക്കാട് ഡിവിഷൻ പരിധിയിലുള്ള വെള്ളം ഷൊർണൂർ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് തുറന്നുവിടാൻ അധികാരമില്ലെന്ന് പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് ഭരണസമിതിയും വ്യക്തമാക്കി. തടയണ തുറക്കാൻ അനുവദിക്കാത്തതിനെതിരെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകി. ബുധനാഴ്ച രാവിലെ 11 മണിയോടുകൂടി ഷൊർണൂർ മൈനർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജിത്തിന്റെ നേതൃത്വത്തിൽ 10 CM വെള്ളം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തുറന്നുകൊണ്ടുപോകുകയായിരുന്നു. വിവരമറിഞ്ഞ് സംഭവസ്ഥലത്തെത്തിയ നാട്ടുകാർ പഞ്ചായത്ത് ഭരണസമിതിയെ വിവരമറിയിക്കുകയും നാട്ടുകാരുടെ സഹായത്തോടെ ഷൊർണൂർ മൈനർ ഇറിഗേഷന്റെ നേതൃത്വത്തിൽ തുറന്ന ഷട്ടർ അടയ്ക്കുകയും ചെയ്തു. ഷൊർണൂർ മേഖലയിലെ കൃഷി ആവശ്യങ്ങൾക്കായാണ് വെള്ളം തുറന്നുവിട്ടതെന്നാണ് ഷൊർണൂർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിശദീകരണം നൽകിയതെന്നും 4 പഞ്ചായത്തുകളുടെ ആവശ്യത്തിനുള്ള കുടിവെള്ളം ജലക്ഷാമം നേരിടുന്ന സമയത്ത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കൃഷി ആവശ്യത്തിനായി കൊണ്ടുപോയ നടപടി അംഗീകരിക്കാനാകില്ലെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EP പൗലോസ് പറഞ്ഞു. അതേസമയം തടയണ തുറക്കാൻ അനുവദിക്കുന്നില്ലെന്ന് കാണിച്ച് ഷൊർണൂർ ഡിവിഷൻ മൈനർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒറ്റപ്പാലം പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കൊടും വേനലിൽ പുഴയോരത്തെ പുൽക്കാടുകളിൽ തീപിടുത്തം പതിവാകുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഷൊർണൂരിൽ ഭാരത പുഴയോരത്തെ പുൽക്കാടിൽ തീ പടർന്നത് പുഴയോരവാസികളെ ആശങ്കയിലാക്കി. ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണിയോടെയാണ് പുഴയിലെ പുൽക്കാടുകളിൽ തീപിടുത്തമുണ്ടായത്. തീയണയ്ക്കാൻ ഏറെ പ്രയാസപ്പെട്ടു. 1 കിലോമീറ്ററോളം പ്രദേശം മിനിറ്റുകൾക്കുള്ളിൽ കത്തിയമർന്നു. ഷൊർണൂർ നമ്പ്രം പ്രദേശത്തു നിന്നാണ് തീ പടർന്നത്.
കാരക്കാട് ഭാരതപ്പുഴ റെയിൽവേ സ്റ്റേഷൻ പരിസരം വരെ പുൽക്കാടുകൾ കത്തിനശിച്ചു. അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയെങ്കിലും ഏറെ നേരത്തെ പരിശ്രമത്തിലൂടെയാണ് തീ നിയന്ത്രണ വിധേയമായത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കഴിഞ്ഞ ദിവസം ചെറുതുരുത്തി വളത്തോൾ നഗറിൽ പട്ടാപ്പകൽ വീട്ടമ്മയുടെയും രോഗിയായ വയോധികയുടെയും സ്വർണ്ണമാല കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി ചെറുതുരുത്തി പോലീസ്. തൃശൂരിൽ നിന്നെത്തിയ ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. പള്ളിക്കര തോറ്റപ്പറമ്പിൽ വീട്ടിൽ പരേതനായ കൃഷ്ണന്റെ ഭാര്യ 80 വയസ്സുള്ള ഊർവശി, ഇവരുടെ കൊച്ചുമകൻ ദിനേശന്റെ ഭാര്യ 40 വയസ്സുകാരി രജിത എന്നിവരുടെ സ്വർണ്ണമാലയാണ് ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ കവർന്നത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30 കമ്പിളി പുതപ്പ് വേണോ എന്ന് ചോദിച്ച് വീട്ടിലെത്തിയ മോഷ്ടാക്കളെ വീട്ടുകാർ ആദ്യം മടക്കി അയച്ചെങ്കിലും 2:30 അവർ വീണ്ടും വീട്ടിലെത്തുകയായിരുന്നു. അപ്പം ഞാൻ കോലായിട്ട് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ഒരാളങ്ങനെ അകത്തേക്ക് കയറി. അപ്പം ഞാൻ എന്തെങ്ങനെ പന്തിയല്ലാതെ ഒരാളകത്തേക്ക് പെട്ടെന്ന് വെച്ചിട്ട് എന്താ ഇത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴേക്ക് കൂടെ ഉണ്ടായിരുന്ന അഴട്ടിയമ്മ ടർക്കി എടുത്തിട്ട് എൻ്റെ മുഖം വായ പൊത്തി പിടിച്ച് നിന്നു. അപ്പോൾ അകത്ത് അമ്മമ്മ സുഖമില്ലാണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം അമ്മമ്മേനെ അവിടെ നിന്ന് സൗണ്ട് കേട്ടു. ഒരു പെട്ടിയൊക്കെ അമ്മമ്മയുടെ അവിടെ ഇരിക്കുന്നുണ്ട്. സൗണ്ട് ഇങ്ങനെ കേട്ടു. അത് കഴിഞ്ഞിട്ട് അവർ അപ്പോഴൊക്കെ തന്നെ ഇങ്ങനെ മുഖം പൊത്തി പിടിച്ചിരിക്കേണ്ടായിരുന്നു. എന്നിട്ട് അയാൾ അങ്ങനെ ഇറങ്ങിപ്പോയി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. സ്കൂട്ടറിൻ്റെ സൗണ്ട് കേട്ടു. വീടിന്റെ പുറത്തുനിന്ന് തുണികൾ ഉണക്കാനിടുകയായിരുന്ന രജിതയുടെ വായയിൽ മുറ്റത്ത് കിടന്നിരുന്ന തുണി കൊണ്ട് പൊത്തിപ്പിടിച്ച് കഴുത്തിലുണ്ടായിരുന്ന 4 പവൻ മാലയും ഒപ്പമുണ്ടായിരുന്ന ഊർവശിയുടെ 1.5 പവൻ മാലയുമാണ് മോഷ്ടിക്കപ്പെട്ടത്. ഇവർ ഹെൽമറ്റ് ധരിച്ചിരുന്നതിനാൽ തിരിച്ചറിയാൻ സാധിച്ചില്ലെന്നാണ് രജിത പറയുന്നത്. കഴുത്തുവേദനയെ തുടർന്ന് കഴുത്തിൽ ബെൽറ്റ് ധരിച്ചിരുന്ന രജിതയുടെ ബെൽറ്റ് അടക്കം കൂട്ടിപ്പിടിച്ചാണ് മോഷ്ടാക്കൾ മാല പിടിച്ചുപറിച്ചെടുത്തത്. ഇവർ ബഹളം വെച്ചതിനെ തുടർന്ന് പ്രദേശവാസികൾ എത്തുമ്പോഴേക്കും ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ കടന്നുകളഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഷൊർണൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പും ചൊവ്വാഴ്ച വൈകിട്ട് നടന്നു. KVVS പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. ആ ഉത്തരവാദിത്തമാണ് നാം ഏറ്റെടുക്കുന്നത്. ഈ രാജ്യത്തെ ജനങ്ങളിൽ വ്യാപാരികൾ നാളെയും നിലനിൽക്കുമെന്ന ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന് വേണ്ടി വ്യാപാര മേഖല ഇന്ത്യയിലെ 30 കോടി ആളുകൾക്ക് അന്നം നൽകുന്ന ഈ മേഖലയെ സംരക്ഷിക്കുമെന്ന ദൃഢപ്രതിജ്ഞയെടുക്കുന്നത് ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്ന പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയണം. ഇത്തരം ചർച്ചകളാകണം നാം കൂടുന്നിടത്ത് നാം ഏറ്റെടുക്കേണ്ടത് എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ KVVS ഷൊർണൂർ യൂണിറ്റ് പ്രസിഡന്റ് KB ജൂബി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് MB രതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ജനറൽ സെക്രട്ടറി VS സുധേഷ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ VP സുരേന്ദ്രൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ്, വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ്, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് VR ഷാജു എന്നിവർ പ്രസംഗിച്ചു. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് KA ഹമീദ്, മുസ്തഫ മുളയങ്കാവ് എന്നിവർ നേതൃത്വം നൽകി. ഭാരവാഹികളായി KB ജൂബി പ്രസിഡന്റ്, VS സുധേഷ് സെക്രട്ടറി, VP സുരേന്ദ്രൻ ട്രഷറർ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ആരോഗ്യ ജാഗ്രത 2024 പദ്ധതിയുടെ ഭാഗമായി കോട്ടായി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ശുചിത്വ പ്രവർത്തനങ്ങൾ നടന്നു. ആരോഗ്യ ജാഗ്രതാ പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സതീഷ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് CR അനിത അധ്യക്ഷയായി. പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത, പഞ്ചായത്ത് അംഗം MR രജിത തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതുരുത്തിയിൽ വയോധികയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപം പള്ളിത്തൊടി നായർ വീട്ടിൽ പരേതനായ ശ്രീരാമൻ നായരുടെ ഭാര്യ 78 വയസ്സുള്ള സത്യഭാമയെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന്റെ സമീപത്ത് ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ വീടിനകത്തു കയറി നോക്കുമ്പോഴാണ് സത്യഭാമയെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ പ്രദേശവാസികൾ ചെറുതുരുത്തി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ ചെറുതുരുത്തി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ഗേറ്റിനവിടെ വർഷോടെ സമയത്ത് ഈ വീടിന്റെ പരിസരത്തുള്ള ആൾക്കാർ ഒരു 2-3 ദിവസമായിട്ട് ഈ വീട് അടഞ്ഞു കിടക്കേണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവരെ മകളും മരുമകനും കൂടിയിട്ട് ഗൾഫിലാണ്. അപ്പോൾ ഈ വീട് തുറക്കാത്ത കാരണം ഇവർ വന്നിട്ട് പറഞ്ഞു, അങ്ങനെ അമ്മമ്മ ഗേറ്റും തുറക്കണില്ല, വാതിലും തുറക്കണില്ല, അപ്പോൾ വന്ന് നോക്കുക ചോദിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വന്ന് നോക്കുമ്പോൾ എന്താ വെച്ചാൽ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്, ചെറിയൊരു സ്മെല്ലും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പോലീസിനെ വിവരറിയിച്ചു. പോലീസ് വന്നപ്പോൾ ബാത്റൂമിൽ മരണപ്പെട്ട് കിടക്കുന്നത് കണ്ടത്. മകൾ പ്രജിതയ്ക്കൊപ്പം താമസിച്ചു വന്നിരുന്ന സത്യഭാമ പ്രജിത ഗൾഫിലെ ഭർത്താവിന്റെ അടുത്തേക്ക് പോയതിനെ തുടർന്ന് ഒറ്റയ്ക്കാണ് താമസിച്ചു വരുന്നതെന്ന് മകൻ കൃഷ്ണദാസ് പറഞ്ഞു.
വിരലടയാള വിദഗ്ധൻ OU രാമദാസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പി അണ്ടലാടിയിൽ എമ്പ്രാന്തിരി ക്ഷേമസഭ വാർഷികം ആഘോഷിച്ചു. ബ്രഹ്മശ്രീ മൊടപ്പിലാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ഒരു മാസം നീണ്ടുനിന്ന മന്ത്രപഠന ശിബിരത്തിന് ഇതോടെ സമാപനമായി. പട്ടാമ്പി അണ്ടലാടി വേദപാഠശാല ആസ്ഥാന മന്ദിരത്തിൽ എമ്പ്രാന്തിരി ക്ഷേമസഭയുടെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ബ്രഹ്മശ്രീ തൊടപ്പിലാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് വാർഷികം ഉദ്ഘാടനം ചെയ്തു. ഒരു ചടങ്ങിലെ എമ്പ്രാന്തിരി ക്ഷേമസഭയുടെ കുടുംബസംഗമം അല്ലെങ്കിൽ വാർഷിക പൊതുയോഗം അല്ലെങ്കിൽ മന്ത്രപഠന ശിബിരത്തിൻ്റെ ഒരു സമാപന സമ്മേളനം ഒക്കെ വേണമെന്ന് പറയാം. 2 ദിവസങ്ങളിലായിട്ട് ഇവിടെ ചടങ്ങ് നടന്നു വരികയാണെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ളൊരു മഹനീയ സന്ദർഭത്തിൽ വിശിഷ്ട വ്യക്തിയായിട്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാനും നിങ്ങളോടൊക്കെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി എന്നെ നിശ്ചയിച്ചതും തിരഞ്ഞെടുത്തതും വളരെയധികം എനിക്ക് സന്തോഷം നൽകുന്നു. CH രാധാകൃഷ്ണ ഹെബ്ബാർ വിശിഷ്ടാതിഥിയായിരുന്നു. K നാരായണൻ എമ്പ്രാന്തിരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. PM നാരായണൻ എമ്പ്രാന്തിരി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ക്ഷേമസഭാ പ്രസിഡന്റ് JM ഉണ്ണി എമ്പ്രാന്തിരി അധ്യക്ഷത വഹിച്ചു. രാജേഷ് എമ്പ്രാന്തിരി, MV അനന്തപത്മനാഭൻ എമ്പ്രാന്തിരി, JK നാരായണൻ എമ്പ്രാന്തിരി, രാമേന്ദ്രൻ എമ്പ്രാന്തിരി, ലതിക മനോജ്, പ്രീത ഹരീഷ് ആമയൂർ, സൗമ്യ മോഹനൻ, വിശ്വൻ എമ്പ്രാന്തിരി, മാധവൻ എമ്പ്രാന്തിരി തുടങ്ങിയവർ സംസാരിച്ചു. 1 മാസക്കാലം നീണ്ടുനിന്ന മന്ത്രപഠന ശിബിര ശില്പശാലയ്ക്കും സമാപനമായി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ മന്ദിരത്തിന്റെ ഉദ്ഘാടനവും മെയ്ദിന റാലിയും നടന്നു. ജില്ലാ മന്ദിരത്തിന്റെ ഉദ്ഘാടനം KSBA സംസ്ഥാന ജനറൽ സെക്രട്ടറി M ഉമ്മറും സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം KSBA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം UN തമ്പിയും നിർവഹിച്ചു. കാലത്ത് 9 മണിക്ക് കല്ലേക്കാട് കാനറ ബാങ്ക് പരിസരത്തു നിന്നും ആരംഭിച്ച മെയ്ദിന റാലി ജില്ലാ മന്ദിരത്തിന്റെ മുന്നിലെത്തി സമാപിച്ചു. തുടർന്ന് പതാക ഉയർത്തലിനു ശേഷം തുടങ്ങിയ ഉദ്ഘാടക ചടങ്ങിൽ KSBA ജില്ലാ പ്രസിഡന്റ് G ഗംഗാധരൻ അധ്യക്ഷനായി. KSBA ജില്ലാ സെക്രട്ടറി K ഉണ്ണികൃഷ്ണൻ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചു. മന്ദിര കമ്മിറ്റി ചെയർമാൻ A സുരേഷ്, കൺവീനർ P സക്കീർ ഹുസൈൻ തുടങ്ങിയവർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. KSBA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ V സുരേഷ്, N സുന്ദരൻ, K രാജേഷ്, ലേഡി ബ്യൂട്ടീഷ്യൻ ജില്ലാ പ്രസിഡന്റ് MN തിലകം, ജില്ലാ സെക്രട്ടറി VP മല്ലിക, ജില്ലാ ട്രഷറർ AB ബീന, ജില്ലാ ഭാരവാഹികൾ, താലൂക്ക് പ്രസിഡന്റുമാർ, താലൂക്ക് സെക്രട്ടറിമാർ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. KSBA ജില്ലാ ട്രഷറർ CM ബാബുരാജൻ ചടങ്ങിന് നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ ഡിപ്പോയിലെ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് പ്രവർത്തകരുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നു. AIL-RSA സോണൽ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നടത്തിയ ക്യാമ്പയിന്റെ മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം ഡിവിഷണൽ വൈസ് പ്രസിഡന്റ് T രവീന്ദ്രദാസ് നിർവഹിച്ചു. പ്രസിഡന്റ് KK കേശവൻ മുഖ്യ പ്രഭാഷണം നടത്തി. കോട്ടായി അയ്യംകുളം അല്ലമീൻ ബാലിക അനാഥ മന്ദിരത്തിന്റെ കനിവിൽ 10ഓളം നിർധന യുവതികൾക്ക് മംഗല്യ സാഫല്യം. വിവാഹ ചടങ്ങുകൾക്ക് പാണക്കാട് ഹമീദലി ശിഹാബ് തങ്ങൾ കാർമ്മികത്വം വഹിച്ചു. അതിനേറെ ഈ മഹത്തായ സ്ഥാപനത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് തുടക്കം മുതൽ ഇന്നേ വരെ ഓരോ സമയത്തും ആവശ്യത്തിനനുസരിച്ച് ഇതിന്റെ കാര്യങ്ങളിലൊക്കെ സംഘാടകരുടെയും നേതൃപരമായ പങ്കുവഹിക്കുന്നതിന്റെ ഒപ്പം നിന്നുകൊണ്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ച സഹോദരി സഹോദരന്മാരെ, ഒരുപാട് പിഞ്ച് മക്കളുണ്ട് ഇവിടെ. ഈ സദസ്സ് ഒരുപാട് കാരണവന്മാരുണ്ട്. നിഷ്കളങ്ക മനസ്സിന്റെ ഉടമകളായ ഒരുപാട് മക്കളുണ്ട്, ആണും പെണ്ണായിട്ട്. അല്ലമീൻ അഗതി മന്ദിരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ CP അബൂബക്കർ ദാരിമി അധ്യക്ഷനായി. സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് PK ഇംബിച്ചിക്കോയ തങ്ങൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് KUM താജുദ്ദീൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. വിവാഹിതരായ യുവതികൾക്ക് അല്ലമീൻ അഗതി മന്ദിരത്തിന്റെ വകയായി സ്വർണ്ണാഭരണങ്ങളും വിവാഹ വസ്ത്രങ്ങളും നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പിറന്നാൾ ആഘോഷത്തിനായി കരുതിയ തുക മണ്ണൂരിലെ EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് വാഹനം വാങ്ങാനായി സംഭാവന നൽകി വിരമിച്ച അധ്യാപകൻ. മണ്ണൂർ സ്വദേശി പുന്നേക്കാട്ടുമന സത്യജിത്ത് മാസ്റ്ററാണ് പാലിയേറ്റീവ് രോഗികളുടെ സാന്ത്വന പരിചരണത്തിനായി പ്രവർത്തിക്കുന്ന EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് സ്വന്തമായി വാഹനം വാങ്ങാനായി 1,00,000 രൂപ സംഭാവനയായി നൽകിയത്.
CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TR ശശി തുക ഏറ്റുവാങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് അനിത, വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. 60-ാം പിറന്നാളായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെ എൻ്റെ സഹോദരിയും മറ്റു ബന്ധുക്കളൊക്കെ വളരെ സമ്മർദ്ദം ഉണ്ടായിരുന്നു, ഒരു വിപുലമായ രീതിയിൽ നടത്തണമെന്ന്. അപ്പോൾ എൻ്റെ മരണപ്പെട്ടു പോയ സഹോദരി ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല, അനാഥാലയത്തിലേക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പം അതുപോലെ പാലിയേറ്റീവ് കിടപ്പ് രോഗികൾക്ക് സഹായത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതിന് ഒരു 25,000 രൂപ കൊടുക്കുകയെന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചു. കണ്ണൂർ പഞ്ചായത്തിലെ PK നായനാർ ചാരിറ്റബിൾ ട്രസ്റ്റിന് 25,000 രൂപ സംഭാവന നൽകിയാണ്. ഇതുപോലുള്ള ആളുകളാണ് നമ്മുടെ മണ്ണൂർ പഞ്ചായത്തിലെ സുമനസ്സുകളായിട്ടുള്ള ആളുകൾ സഹായത്തോടു കൂടിയാണ് മണ്ണൂർ പഞ്ചായത്തിനകത്ത് PK നായനാർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാരതീയ സർവകലാശാലയിൽ നിന്നും കൊമേഴ്സിൽ ഡോക്ടറേറ്റ് നേടിയ മാങ്കുറിശി സ്വദേശിനി വിനിയെ അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA വീട്ടിലെത്തി അനുമോദിച്ചു. മാങ്കുറിശി അത്താണിപ്പറമ്പ് വേലുണ്ണി രുക്മിണി ദമ്പതികളുടെ മകളായ വിനി പാലക്കാട് മേഴ്സി കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TR ശശി, നേതാക്കളായ അബ്ദുൾ റഹ്മാൻ, പൊതുപ്രവർത്തകൻ സുരേഷ്, TR ഷാജീവ്, സുധീർ തുടങ്ങിയവരും MLAയ്ക്ക് ഒപ്പമുണ്ടായിരുന്നു. എന്നെ ഇങ്ങനെ ആദരിക്കാനും അതേപോലെ അംഗീകരിക്കാനുള്ള മനസ്സ് കാണിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ വിരളമായിട്ടാണ് നാളിതുവരെയും റിസർച്ച് നടത്തിയിട്ടുള്ളത്. അതിലാണ് ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ നാടിനൊരു അഭിമാനമായി മാറിയിരിക്കുകയാണ്. അവരുടെ കുടുംബത്തെയും പ്രിയപ്പെട്ട വിനിയെയും നേരിട്ട് വന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ IAS ഹോൾഡറായിട്ടുള്ള ഡോക്ടർ റോഷിനെ കാണാൻ വേണ്ടി പോയി. ഇത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും നാട്ടുമ്പുറങ്ങളെന്ന് പറയുമ്പം പഴയ കാലഘട്ടത്തിന്റെയൊക്കെ ഒരു സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ വിദ്യാഭ്യാസപരമായിട്ട് തന്നെ നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. പക്ഷെ ഇന്ന് ഇങ്ങനെയല്ല. കുട്ടികളെല്ലാം വളരെ വളരെ ചാൻസുകൾ, അതുപോലെ തന്നെ അവർക്ക് ലഭ്യമായിട്ട് എല്ലാ സാധ്യതകളും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു അവസ്ഥയെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ട വിനി പാലക്കാട് മേഴ്സി കോളേജിൽ ലെക്ചറാണ് അല്ലെ, അസിസ്റ്റന്റ് പ്രൊഫസറാണ്. എനിക്ക് അഭിമാനമുണ്ട്, ഞാനും മേഴ്സി കോളേജിന്റെ പ്രോഡക്റ്റ് ആണ്. അവിടുന്ന് ഡിഗ്രിയൊക്കെ കഴിഞ്ഞു. എന്തായാലും പ്രിയപ്പെട്ട വിനി ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അവരുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ ഭാവിയിലെല്ലാം നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 28 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന സെക്രട്ടറി M പരമേശ്വരന് ഭരണസമിതിയും ജീവനക്കാരും യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. തികച്ചും അനിവാര്യമായിട്ടുള്ള വിടവാങ്ങലാണ് റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. തന്റെ ഉത്തരവാദിത്വം, ജോലിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം നിറവേറ്റി ഓരോ ദിവസവും പ്രവർത്തിച്ചതിന് ശേഷം തനിക്ക് കെട്ടുപാടുകളില്ലാതെ തന്റെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഫ്രീഡം കൂടിയാണ് റിട്ടയർമെന്റ്. കാരണം കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിട്ടയർമെന്റ് പ്രായവും ആയുർദൈർഘ്യവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ജോലി ചെയ്ത അത്രയും അല്ലെങ്കിൽ അതിന്റെ ഇരട്ടി കാലം വരെ വളരെ നന്നായി നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയമില്ല. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിൽ 1997 ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ ജോലിയിൽ പ്രവേശിച്ച് 28 വർഷത്തെ സേവനം പൂർത്തീകരിച്ച് സെക്രട്ടറിയായി സർവീസിൽ നിന്നും വിരമിക്കുന്ന M പരമേശ്വരനാണ് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് യാത്രയയപ്പ് നൽകിയത്. M പരമേശ്വരനുള്ള ഉപഹാരം മുഹമ്മദ് മുഹസിൻ MLA നൽകി. വിവിധ ബ്രാഞ്ചുകൾക്ക് ബാങ്ക് ഏർപ്പെടുത്തിയ മറ്റു പുരസ്കാരങ്ങളും MLA ചടങ്ങിൽ വിതരണം ചെയ്തു. ശങ്കരമംഗലം ബോഗൺവില്ലയിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് NP വിനയകുമാർ അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി, M ആനന്ദവല്ലി, KC ഗീത, KP അജയകുമാർ, CM നീലകണ്ഠൻ, CP ചിത്ര ടീച്ചർ, KM വാസുദേവൻ, T ഗോപാലകൃഷ്ണൻ, M ശങ്കരൻകുട്ടി, PC വാസു, AV സുരേഷ്, C മുകേഷ്, VP സതീദേവി, C ജയപ്രകാശ്, M പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ഒറ്റപ്പാലം അർബൻ ബാങ്കിൽ നിന്ന് 28 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച സീനിയർ ക്ലർക്ക് ഗീതയ്ക്ക് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് യോഗം ബാങ്ക് ചെയർമാൻ U രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം അർബൻ ബാങ്ക് ഹാളിൽ നടന്ന യാത്രയയപ്പ് യോഗത്തിൽ ബാങ്ക് പ്രൊഫഷണൽ ഡയറക്ടർ M വിജയൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് ചെയർമാൻ ബാങ്കിൻ്റെയും ജീവനക്കാരുടെയും ഉപഹാരം K ഗീതയ്ക്ക് കൈമാറി. ജനറൽ മാനേജർ ഇൻചാർജ് TP സ്യമന്തകം, ബാങ്ക് ഡയറക്ടർ അഡ്വക്കേറ്റ് സജില R സിംഗ്, M ഗോപാലകൃഷ്ണൻ, KP മുരളീധരൻ, KS മോഹനകൃഷ്ണൻ, P രവീന്ദ്രൻ, K ജയലക്ഷ്മി, K ഗീത,
ബാങ്ക് ഡയറക്ടർ കെ സുനിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചെറുതുരുത്തി ആറ്റൂർ അറഫ ഇംഗ്ലീഷ് സ്കൂളിൽ റോബോട്ടിക് സയൻസ് എക്സിബിഷൻ സംഘടിപ്പിച്ചു. എക്സിബിഷൻ അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി KS ഹംസ ഉദ്ഘാടനം ചെയ്തു. വെക്കേഷൻ സമയത്തെ കുട്ടികളുടെ അലസത ഒഴിവാക്കാനും കൂടുതൽ ക്രിയാത്മകമായി കുട്ടികളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുക ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച പരിപാടിയിൽ ചെയർമാൻ KS അബ്ദുള്ള അധ്യക്ഷനായി. സെക്രട്ടറി അബ്ദുൽ ലത്തീഫ്, കോർഡിനേറ്റർ റഷീദ് ഫൈസി, പ്രിൻസിപ്പൽ വസന്ത മാധവൻ, ഹെഡ് മിസ്ട്രസ് രമ എന്നിവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. പ്രോഗ്രാം കൺവീനർ സ്വപ്ന സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അസിസ്റ്റന്റ് കൺവീനർ മഞ്ജു നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആദായനികുതി വകുപ്പിന്റെ നടപടികളെ നിയമപരമായി നേരിടുമെന്ന് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്. കേന്ദ്ര അധികാരം ഉപയോഗിച്ച് പാർട്ടിയെ വേട്ടയാടുന്നു. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് അനധികൃതമായത് ബാങ്കിന്റെ ക്രമക്കേട് മൂലം. പാർട്ടിക്കുള്ളത് നിയമപരമായ ഇടപാടുകൾ മാത്രമെന്നും MM വർഗീസ്. ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്ന പാലക്കാട് ജില്ലയിൽ മെയ് 2 വരെ ഓറഞ്ച് അലർട്ട് തുടരും. കൊടും ചൂടിൽ ശുദ്ധജല ദൗർലഭ്യം മൂലം ജില്ലയിൽ പകർച്ചവ്യാധികൾ വ്യാപകമാകുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. പനി ബാധിച്ച് നിത്യേന സർക്കാർ ആശുപത്രികളിലെത്തുന്നത് 500ഓളം പേർ. മഞ്ഞപ്പിത്തം ബാധിച്ച് 40ലേറെ പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ. ജനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കളക്ടർ. അതിജീവന സമരങ്ങളുടെയും ആവേശമുദ്രാവാക്യങ്ങളുടെയും ഓർമ്മ പുതുക്കി വീണ്ടും ഒരു മെയ് ദിനം. തൊഴിലിന്റെ മഹത്വവും തൊഴിലാളിയുടെ അവകാശങ്ങളും ഉയർത്തിപ്പിടിച്ച വിവിധ കേന്ദ്രങ്ങളിൽ മെയ് ദിന പരിപാടികൾ. മെയ് ദിന റാലികളിലും കൺവെൻഷനുകളിലും പങ്കെടുത്തത് ആയിരക്കണക്കിന് തൊഴിലാളികൾ. ഗുരുവായൂർ ഒമ്മിയൂരിലെ ഫ്ളാറ്റിൽ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണം. ഫ്ളാറ്റ് കെയർടേക്കർ ഉൾപ്പെടെ 3 ജീവനക്കാർക്ക് പരിക്ക്. ജീവനക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഭാരതപ്പുഴയിലെ ഞാവലിൻ കടവ് തടയണയുടെ ഷട്ടർ തുറക്കാനുള്ള മൈനർ ഇറിഗേഷൻ അധികൃതരുടെ ശ്രമം നാട്ടുകാർ തടഞ്ഞു. പാലക്കാട് ഡിവിഷൻ പരിധിയിലെ ജലം തുറന്നുവിടാൻ ഷൊർണൂർ ഡിവിഷൻ അധികൃതർക്ക് അധികാരമില്ലെന്ന വാദവുമായി പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് ഭരണസമിതിയും രംഗത്ത്. തടയണ തുറക്കാൻ അനുവദിക്കാത്തതിനെതിരെ ഷൊർണൂർ മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 5 വർഷം കഠിന തടവും 6 ലക്ഷം രൂപ പിഴയും ശിക്ഷ. വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചത് ചെറുതുരുത്തി സ്വദേശി പത്മകുമാറിനെ. ചെറുതുരുത്തിയിൽ പട്ടാപ്പകൽ വീട്ടമ്മയുടെയും രോഗിയായ വയോധികയുടെയും സ്വർണ്ണമാല കവർന്ന കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. തൃശൂർ അവണൂരിൽ പിതാവിനെ കടലക്കറിയിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ ആയുർവേദ ഡോക്ടർ മയൂർനാഥ് നേപ്പാളിൽ മരിച്ച നിലയിൽ. കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം കാണാതായ മയൂർനാഥ് നേപ്പാളിൽ പോയത് സന്യാസം സ്വീകരിക്കാൻ. വിശ്രമമുറികളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് റെസ്റ്റ് റൂം ബഹിഷ്കരിച്ച് റെയിൽവേ TTE-മാരുടെ പ്രതിഷേധം. പാലക്കാട് ഡിവിഷനിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ കിടപ്പു സമരം. 2018 റെയിൽവേ ബോർഡ് നിർദ്ദേശപ്രകാരമുള്ള സൗകര്യങ്ങൾ വിശ്രമമുറികളിൽ ഒരുക്കണമെന്ന സംയുക്ത സമരസമിതി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.